പ്രൈം ഡിബേറ്റിൽ അതിഥികൾ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ജിൻഡോ ജോൺ, കോൺഗ്രസ് പ്രതിനിധി, നമുക്കൊപ്പം ടെലിഫോൺ ലൈനിൽ. ജിൻഡോ, ഇന്നത്തെ പകൽ മുഴുവൻ കാത്തിരിപ്പിന്റേതായിരുന്നു. 10ാം ദിവസം എന്തായാലും തീരുമാനമെന്ന് പ്രതീക്ഷിച്ചിരുന്നതാണ്. ഇപ്പോൾ ഖർഗെയുടെ വസതിയിൽ നിന്നും കൂടിക്കാഴ്ച പൂർത്തിയാക്കി രാഹുൽ ഗാന്ധി മടങ്ങിയിരിക്കുകയാണ്. എന്താണ് നിങ്ങൾക്ക് ലഭിക്കുന്ന സൂചന? ഇന്ന് പ്രതീക്ഷിക്കാമോ പ്രഖ്യാപനം? നമ്മളും മാധ്യമങ്ങളിലൂടെ അറിയുന്ന വാർത്തകളാണ്. അതിനപ്പുറത്തേക്കുള്ളൊരു അപ്ഡേറ്റ്സ് നമുക്ക് വന്നിട്ടില്ല. നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഇന്ന് തന്നെ പ്രഖ്യാപനം ഉണ്ടാകും എന്നുള്ളതാണ്. ഇന്ന് തന്നെ ഉണ്ടായില്ല എങ്കിൽ നോക്കൂ, 10 ദിവസമായുള്ള കാത്തിരിപ്പാണ്. അല്ല, അത് മനസ്സിലായി. അത് നിങ്ങൾ പറയുന്ന അതേ സെൻസിൽ തന്നെയാണ് നമ്മളെല്ലാവരും കാണുന്നത്. റിസൾട്ട് വന്നിട്ട് ഇന്നിപ്പോ 9 ദിവസമായി. ഇന്ന് 10ാം ദിവസത്തിലേക്ക് കിടക്കുകയാണ്. 10ാം ദിവസമാണ്. അപ്പോൾ അതിൻ്റെതായ പിരിമുറുക്കം എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും വളരെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുകയാണ് ആരെ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ. അപ്പൊ അത് എല്ലാവരും വലിയ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. ഞങ്ങളും അത്തരത്തിൽ തന്നെയാണ്. അപ്പോ 10ാം ദിവസം ആയെന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഇതൊരു ഒന്നിലധികം ആളുകൾ താല്പര്യപൂർവ്വം നിൽക്കുകയും ആ 3 പേരെയും പിന്തുണയ്ക്കാൻ MLA-മാരും മുതിർന്ന നേതാക്കന്മാരും ഒക്കെ നിൽക്കുകയും ചെയ്യുമ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അതിലെല്ലാവരെയും കേൾക്കുക എന്നുള്ളതാണ് ഈ പ്രൊസീജിയർ. അപ്പൊ അങ്ങനെ കേൾക്കുന്നതിനടുത്ത സമയമാണിത്. അപ്പൊ 10ാം ദിവസത്തിലേക്ക് എത്തുമ്പോൾ ഇന്ന് അത് വരും എന്നുള്ളതാണ് നമ്മുടെ എല്ലാം പ്രതീക്ഷ. ജിൻഡോ, ഇവിടെ ഇപ്പോ ഇന്ന് ഈ 10ാം ദിവസം ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കിയാൽ ഇന്ന് ഘടകകക്ഷി നേതാക്കൾ അഭിപ്രായം പറഞ്ഞ ദിവസമാണ്. ലീഗ് നേതൃയോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണുമ്പോൾ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് ഇത് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണല്ലോ, ഇനിയും വൈകിക്കാൻ പറ്റില്ലല്ലോ, അപ്പോൾ പ്രഖ്യാപനം ഉണ്ടാകും എന്ന പ്രതീക്ഷ ലീഗ് പങ്കുവെക്കുകയാണ്. അത് മാത്രവുമല്ല, കോൺഗ്രസിന്റെ ഈ പ്രഖ്യാപനം ഉണ്ടായതിനു ശേഷം വേണം നിർണായകമായ ചർച്ചകളിലേക്ക് ലീഗിന് കടക്കാൻ, അതിനുവേണ്ടി കാത്തിരിക്കുന്നു എന്ന് പറയുന്നു. RSPയുടെ ഷിബു ബേബി ജോൺ രൂക്ഷമായ ഭാഷയിലാണ് പറഞ്ഞത്. ഇതുവരെ സഹകരിച്ചു പോന്നവരാണ്, നാളെയും സഹകരിക്കേണ്ടവരാണ് എന്നതുകൊണ്ട് മാത്രം താൻ നല്ല മലയാളത്തിൽ സംസാരിക്കുന്നു എന്ന നിലയിലാണ് അദ്ദേഹം പറഞ്ഞത്. NK പ്രേമചന്ദ്രൻ ഘടകകക്ഷികൾ അഭിപ്രായം പറയേണ്ട എന്ന ഹസന്റെ പ്രതികരണത്തിൽ ഉൾപ്പെടെ എന്താണ് പറഞ്ഞതെന്ന് നമ്മൾ കേട്ടതാണ്. അപ്പോൾ ഘടകകക്ഷികൾ വരെ വലിയ രീതിയിൽ അസ്വസ്ഥരാണ്. തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമാണ് ഈ ചോദ്യങ്ങൾ, ആരാണ് മുഖ്യമന്ത്രി എന്ന ചോദ്യങ്ങൾ കൊണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞതിൽ കുറെ ഭാഗങ്ങൾ ശരിയാണ്. അതില് ഘടകകക്ഷികൾ ആരും അഭിപ്രായം പറയണ്ട എന്നുള്ള അഭിപ്രായം ആരും പറഞ്ഞിട്ടില്ല. ഇത് കോൺഗ്രസിന്റെ അകത്തെ ഒരു പ്രൊസീജിയർ ആയതുകൊണ്ട് അക്കാര്യത്തിൽ കോൺഗ്രസിന്റെ ഇന്റേണൽ ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു പോകേണ്ടതാണല്ലോ. അപ്പൊ അക്കാര്യത്തിൽ ഘടകകക്ഷികൾ ആരും അഭിപ്രായം പറഞ്ഞിട്ടുമില്ല, അവരങ്ങനെ പറയാറുമില്ല. ഇപ്പൊ മറ്റേതെങ്കിലും ഘടകകക്ഷിയുടെ ആഭ്യന്തര വിഷയങ്ങളിൽ നമ്മൾ കോൺഗ്രസുകാരും അങ്ങനെ പറയാറില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും മുന്നണി രാഷ്ട്രീയത്തിന്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി ആരാണെന്ന് അറിയാൻ ഘടകകക്ഷികൾക്കും പൊതുജനങ്ങൾക്കും എല്ലാവർക്കും താല്പര്യമുണ്ട്. അത്തരത്തിലുള്ള ചർച്ചകളാണ് ഉയർന്നു വരുന്നത്. ആ ആകാംക്ഷയും ആശങ്കയൊക്കെ നിൽക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് ഇതൊരു വലിയ പ്രശ്നത്തിലേക്ക് ഇപ്പോഴും ആയിട്ടില്ല, അങ്ങനെ ആകെയില്ല. ഇത്രയും നോക്കൂ, രാവിലെ മുതൽ തന്നെ VD സതീശന്റെ വസതിയിലേക്ക് ആളുകൾ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് പ്രവർത്തകരുടെ പ്രതികരണങ്ങൾ മാധ്യമങ്ങളിലൂടെ കേൾക്കുന്നത് താങ്കളും കേട്ടിട്ടുണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത്. ഫ്ലെക്സ് യുദ്ധം 10ാം ദിവസവും തുടരുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ മാറ്റിവെച്ചാൽ, അത് കോൺഗ്രസിന്റെ ആഭ്യന്തര പ്രശ്നവും കോൺഗ്രസിലെ പ്രവർത്തകരും കോൺഗ്രസുമായുള്ള വിഷയമെന്ന് മാറ്റിവെച്ചാൽ, ജിൻഡോ, കോൺഗ്രസിന് വോട്ട് ചെയ്തവരിൽ കോൺഗ്രസുകാർ മാത്രമല്ല ഉള്ളത്. അത് ഏറ്റവും ബോധ്യമുള്ളത് നിങ്ങൾക്ക് തന്നെയാണ്. ആ ജനങ്ങൾക്ക് നേരെ കൊഞ്ഞണം കുത്തുന്നതിന് തുല്യമാണ് ഈ 10ാം ദിവസവും ഈ സമയവും തീരുമാനമില്ല, ആരാണ് മുഖ്യമന്ത്രി എന്നറിയാതെ നിൽക്കുന്ന ഈ സാഹചര്യം. മലയാളികളുടെ അഭിമാന പ്രശ്നമായി തന്നെ ഇത് മാറിയിരിക്കുന്നു എന്നൊരു സാഹചര്യം കൂടി ഉണ്ട്. പല ട്രോളുകളും താങ്കൾ ഉൾപ്പെടെയുള്ളവർ കണ്ടിട്ടുണ്ടാകുമല്ലോ. അല്ല, അത് ട്രോളുകളെല്ലാം വരും. അത് ഒരു സോഷ്യൽ മീഡിയ കാലത്ത് ജനാധിപത്യ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ട്രോൾ ഉണ്ടാവും. അതിലെ തമാശകൾ നമ്മൾ കേൾക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മളെല്ലാവരും അത് എൻജോയ് ചെയ്യുന്നതാണ്. അതിനപ്പുറത്ത് VD സതീശന്റെയും KC വേണുഗോപാലിന്റെ രമേശ് ചെന്നിത്തലയുടെ ഒക്കെ പേരുകളും 3 പേരും കോൺഗ്രസ്സുകാരാണല്ലോ. ഏതെങ്കിലും CPM നേതാവിന്റെ BJP നേതാവിന്റെ ആണെങ്കിൽ ഞങ്ങൾക്കൊരു ആശങ്കയാണ്. ഇത് അങ്ങനെയില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം 3 പേരും ഞങ്ങളുടെ നേതാക്കന്മാരാണ്. 3-ൽ ഒരാൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകും. അപ്പൊ അക്കാര്യത്തിൽ ആരെ തെരഞ്ഞെടുക്കണം എന്ന് ഹൈക്കമാൻഡ് എല്ലാ പ്രൊസീജിയേഴ്സും എല്ലാവരെയും കേട്ട് പാർട്ടിക്കകത്തെയും MLA-മാരുടെയും അതുപോലെ തന്നെ മുതിർന്ന നേതാക്കന്മാരുടെയും ഘടകകക്ഷികളുടെ ഒക്കെ അഭിപ്രായം കേട്ടിട്ട് ഒരു തീരുമാനത്തിലേക്ക് പോവുകയാണ്. സ്വാഭാവികമായിട്ടും 3 നേതാക്കന്മാരെ പിന്തുണയ്ക്കുന്ന പ്രവർത്തകരും അണികളും അനുഭാവികളും പൊതുസമൂഹവും ഒക്കെയുണ്ട്. അപ്പൊ ഏറ്റവും യുക്തമായ ഒരു തീരുമാനം എടുക്കുക, എന്നാൽ ആരെയും ഒഴിവാക്കപ്പെടാത്ത രീതിയിലുള്ള എല്ലാവരെയും ഉൾച്ചേർക്കുന്ന ഒരു തീരുമാനം എടുക്കുക. അതുകൊണ്ടാണ് ഇത്രയും വൈകുന്നത്. ശരി, തുടരുക ശ്രീ ജിൻഡോ. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.